ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് വന്നേ, നമുക്ക് ലോബിയിൽ സംസാരിക്കാം. പുറത്തിറങ്ങാൻ നിർത്തടി. ഇറങ്ങാനല്ല, ഇറക്കിക്കൊണ്ട് പോകാനാ ഞാൻ വന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രൊമോ. എന്റെ പൊന്നോ, ഇങ്ങനത്തെ ദേവികേനാണ് നമുക്ക് ഇനി ആവശ്യം. അതേ കൂട്ടുകാരൻ, നമ്മുടെ ദേവികയും ഗിരീഷും കൂടെ ഇവർ രണ്ടുപേരും, അതായത് ഇസബെല്ലയും നന്ദനും താമസിക്കുന്ന ഹോം സ്റ്റേയിൽ വരുന്നുണ്ട്. ശേഷം നമ്മുടെ ദേവിക ആദ്യം ഗിരീഷ് മാഷാട്ടോ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ഗിരീഷ് ഉള്ളിൽ ചെന്ന് നന്ദനെ കണ്ടിട്ട് റൂമിൽ കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ നന്ദനോട് എന്നിട്ട് നമ്മുടെ ഗിരീഷ് മാഷ് ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഒറ്റയ്ക്കാണ്, വാ ഗിരീഷേട്ടാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷ് ഇങ്ങനെ നന്ദനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്ത് നമ്മുടെ ഇസബെല്ല ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ, അതും നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ടെ. അപ്പൊ നമ്മുടെ ഇസബെല്ല നമ്മുടെ ഗിരീഷ് മാഷിനെ കാണുമ്പോൾ തന്നെ ആട്ടി പുറത്താക്കുവാട്ടോ, ഇറങ്ങണോ മുറിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പത്തേക്കും നമ്മുടെ ദേവിക കൃത്യമായിട്ട് അവിടെ ഇടപെടുന്നുണ്ട്. നിർത്തടി, നിന്റെ അഹങ്കാരം മതിയടി എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മുടെ ദേവിക നമ്മുടെ ഇസബെല്ലിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നന്ദനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്നും എന്റെ കാണാതെ പോയ ഫയൽ തിരിച്ചു മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, അല്ലാതെ നിങ്ങളുടെ ഈ ഒരു കിടപ്പുമുറി കാണാൻ വേണ്ടി ഞാൻ വന്നതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിക കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ നന്ദനാണെങ്കിലും നമ്മുടെ ദേവികയുടെ സംസാരം കേട്ടിട്ട്, അതായത് ആ മൂർച്ചയുള്ള ആ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ നന്ദനാകെ പതറി നിൽക്കുന്ന നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ നന്ദന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ദേവിക ഇസബെല്ലയുടെ കർണത്തിട്ടൊന്ന് കൊടുത്താൽ മതിയായിരുന്നു. അതാണ് പ്രേക്ഷകർക്ക് ഇനി ആവശ്യം, അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.